പ്രിയങ്ക, അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ഉള്ളത് ഈ കണ്ണുകളോടാണ്. മാഡം സൂപ്പർ ആയിട്ടുണ്ട്. ഇനി മാഡം എല്ലാം ഓക്കെ ആണോ നോക്കിയാ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. കല്യാണി എന്നും കണ്ണെഴുതാറുണ്ടോ? എഴുതാറുണ്ട് മാഡം, പണ്ടേ ഉള്ള ശീലമാ. അമ്മയുണ്ടായിരുന്നപ്പോ അമ്മ എന്നും കണ്ണെഴുതി തരുമായിരുന്നു. കരിമഷി എഴുതുമ്പോ കണ്ണിനൊരു കുളിർമയാ. മാത്രല്ല കണ്ണിനൊരു പ്രത്യേക ചന്തവും കിട്ടും. നിന്റെ കൺമഷി, കണ്ണുകളിലെ മാജിക് എന്നെ ഭയപ്പെടുത്തുക. ആ കണ്ണുകൾക്ക് ഇത്രയും ചന്തം പാടില്ല. അതിന് ഞാൻ അനുവദിക്കില്ലടി. കല്യാണി, ഈ ആഭരണപ്പെട്ടി എടുത്ത് മാറ്റി വെക്കാം. എന്തു പറ്റി കല്യാണി? കണ്ണിലെന്തോ വീണു മാഡം. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. കല്യാണി, ഞാൻ നോക്കട്ടെ? വേണ്ട മാഡം, കുഴപ്പമില്ല, ഞാൻ തന്നെ മാറ്റിക്കോളാം. കുഴപ്പമില്ല കല്യാണി, ഞാൻ കണ്ണ് ഊതി തരാം. വേണ്ട മാഡം, ഞാൻ ഊതിവിടാന്ന് പറഞ്ഞില്ലേ? ശരിയായോ? മാഡം, ആ കാലൊന്ന് നീട്ടിവെച്ചേ. ദൃഷ്ടിദോഷം മാറാനേ കറുത്ത പൊട്ട് വെക്കണം. ഇനി ആരുടെയും ദൃഷ്ടിദോഷം പതിയില്ല. എല്ലാവരുടെയും നോട്ടം ഒരുപോലെ അല്ല മാഡം. ചില ആൾക്കാരുടെ നോട്ടം തട്ടിയാലേ അതോടെ തീർന്നു, അച്ചിട്ടാ അത്. ഇനി ആരുടെയും ദൃഷ്ടിദോഷം പതിയില്ല. എല്ലാവരുടെയും നോട്ടം ഒരുപോലെ അല്ല മാഡം. ചില ആൾക്കാരുടെ നോട്ടം തട്ടിയാലേ അതോടെ തീർന്നു, അച്ചിട്ടാ അത്. മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്ന മാഡം എപ്പോഴും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കണം. അതിനാ ഈ കാൽപാദത്തിൽ കറുത്ത പൊട്ട്. ഇപ്പൊ എല്ലാം ഓക്കെ. മനസ്സിൽ എന്തെങ്കിലും ഭാരം ഉണ്ടാവുമ്പോ ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് മനസ്സ് ഫ്രീ ആവും. അച്ചിട്ട ആ ലോഗോയിലെ കണ്ണുകളിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇറ്റ് ഹാസ് എ മാജിക്കൽ മാഗ്നറ്റിക് പവർ ഇൻ ഇറ്റ്. എന്റെ പ്രോബ്ലത്തിന് ഇത് മാത്രമേ മെഡിസിൻ ആയിട്ടുള്ളൂ. എന്തു പറ്റി മാഡം? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ? കല്യാണി, നിന്റെ കണ്ണുകൾക്ക് നല്ല ഭംഗിയാ. എല്ലാരും പറയാറുണ്ട് എന്റെ അമ്മയുടെ കണ്ണുകളാ എനിക്ക് കിട്ടിയിരിക്കണേന്ന്. എന്റെ കണ്ണുകള് ചെമ്പരത്തിപ്പൂ പോലെ അഴകുള്ളതാണെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. വെരി ഗുഡ്. അല്ല, നീയും നിന്റെ അച്ഛനും അഖിലാന്റയുടെ കുടുംബത്തിന് വേണ്ടി എന്തും ത്യജിക്കുമെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അതെ മാഡം, ഞങ്ങൾക്ക് ദൈവമാകില്ല മാഡം. മാഡത്തിനും കുടുംബത്തിനും വേണ്ടി വന്ന ജീവൻ വരെ കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കുക.
അനന്തിനെ കല്യാണം കഴിച്ചു കഴിയുമ്പോ ഞാനും ഈ കുടുംബത്തിലെ അംഗമാവും, അല്ലേ കല്യാണി? ഉം. മാഡം ഇതാണ് എന്റെ മൂത്ത മരുമകൾ എന്ന് പറഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സില് പ്രിയങ്ക മാഡം ഇവിടുത്തെ ഒരു അംഗം തന്നെയാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചോദിച്ചാലും നീ സന്തോഷത്തോടെ തരുമല്ലേ? തരും. മാഡം ചോദിച്ചോ, എന്റെ കയ്യിലുള്ളതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും തരും. നിന്റെ കയ്യിലുണ്ട്. ദോ, നിന്റെ മുഖത്തിരിക്കുന്ന ആ 2 കണ്ണുകളാ എനിക്ക് വേണ്ടത്. എന്താ, തരാൻ പറ്റുമോ നിനക്ക്? മാഡം തമാശ പറയാ, കണ്ണുകൾ എങ്ങനെയാ തരാൻ പറ്റണേ? തമാശയല്ല കല്യാണി, ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടാ ചോദിച്ചേ. പറഞ്ഞാൽ വാക്കു പാലിക്കുന്നവളാണ് നീയെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കണ്ണുകൾ ഇങ്ങ് തന്നേക്ക്. എനിക്ക് വേണോ അവ? എന്താ കല്യാണി, ഈ കണ്ണുകളില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചുള്ള ഭയമാണല്ലേ? എന്ന് വെച്ചാ നിന്റെ കണ്ണുകൾ തരാൻ നീ തയ്യാറല്ലെന്നർത്ഥം. പിന്നെന്തിനാ നീയും നിന്റെ അച്ഛനും ഈ കുടുംബത്തിന് വേണ്ടി ജീവൻ വരെ കൊടുക്കൂന്ന് പറഞ്ഞു നടക്കുന്ന? കഷ്ടം തന്നെ. കല്യാണി, കൈവിട്. കണ്ണുകളല്ലേ മാഡം ചോദിച്ചത്, ഞാൻ തരാൻ തയ്യാറാണ്. മതി കല്യാണി, നീ ജയിച്ചു. ഞാൻ നിന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. വാക്കു പാലിക്കുന്നവളാ നീ, അതെനിക്ക് മനസ്സിലായി. ഈ വീട്ടിലുള്ളവർ ചോദിച്ചാ ഞാൻ എന്റെ കണ്ണുകൾ മാത്രമല്ല, ഈ ജീവൻ വരെ തരും മാഡം. നന്ദിയുള്ളവളാ കല്യാണി. മനസ്സിലായി. നീ വാ, എല്ലാവരും കാത്തിരിക്കായിരിക്കും. വരാൻ നോക്ക്. സൂപ്പർ. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലൊരു മരുമകളെ തന്നെയാ ദൈവം എനിക്ക് തന്നത്. ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് വന്നപ്പോ സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെയുണ്ട്. ശരീരം മുഴുവൻ ആഭരണങ്ങളും വാരിയിട്ടോണ്ട് നിന്ന മഹാലക്ഷ്മിയെ പോലെ അല്ലാതെ പുറമ്പോക്ക് ശാന്തയെ പോലെ ഇരിക്കോ? അയ്യ, കഷ്ടം. ആനന്ദേ വാ.
എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ശരി, ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. രാജീവേ, വർക്ക് സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ സാർ. മാഡം സ്റ്റിൽസ് എടുക്കാം. ഓക്കെ മാഡം, താങ്ക് യു. രാജീവേ, ലാപ്ടോപ്പ് എടുത്ത സ്റ്റിൽസ് ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. ശരി സാർ. എല്ലാ കമ്പനികൾക്കും ഫോർവേഡ് ചെയ്യണം. ആ. രാജീവേ, ന്യൂസ് ചാനൽസിനും അയച്ചു കൊടുക്കുക. ശരി സാർ. സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഓവർ. ഗുഡ്. ബിസിനസ് വേൾഡ് മുഴുവൻ പ്രിയങ്ക മാഡമാണ് ബ്രാൻഡ് അംബാസഡർ എന്ന് ഈ ഫോട്ടോയോടുകൂടി റീച്ചായി കഴിഞ്ഞു. ഓക്കെ. താങ്ക് യു ആനന്ദൻ. ആന്റി എന്നെ ബ്രാൻഡ് അംബാസഡർ ആക്കി പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിച്ചിരിക്കുക. എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക്സ്. യു ആർ വെൽക്കം. അമ്മേ, യൂനിസാ വിളിക്കുന്നത്. അറ്റൻഡ് ചെയ്യൂ. റെസ്പോൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ശരി അമ്മേ. ഹലോ മിസ്റ്റർ യൂനിസ്. വാട്ട് മിസ്റ്റർ ആനന്ദ്, ബ്രാൻഡ് അംബാസഡർ കല്യാണി എന്തിനാ മാറ്റിയത്? അല്ല, അത് കല്യാണിയുമായി ഉണ്ടായിരുന്ന എഗ്രിമെന്റ് കഴിഞ്ഞു. അത് ആ പൊസിഷനിലേക്ക് പ്രിയങ്കയെ റീപ്ലേസ് ചെയ്തത്. ദാറ്റ്സ് റിഡിക്കുലസ്. ഒരു സക്സസ്ഫുൾ പ്രോജക്റ്റിൽ നിന്ന് ഞങ്ങളോട് ആലോചിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ നിങ്ങൾ എന്തിനാ ബ്രാൻഡ് അംബാസഡർ കല്യാണി റീപ്ലേസ് ചെയ്തത്? 2 മിനിറ്റ് ആയില്ല, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഷെയർ 10% ഡൗൺഫോൾ ആയി. ആദ്യമായിട്ട്. വാട്ട്? യെസ്, കമ്പനിക്ക് നഷ്ടം 40 കോടി. ഇങ്ങനെ പോയാൽ ഞങ്ങളുടെയൊക്കെ ഷെയറുകളുടെ അവസ്ഥ എന്താകും? അർജന്റായി നാളെ ഒരു ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം പ്ലീസ്. ഹലോ ഹലോ മിസ്റ്റർ യൂനിസ്. ഹലോ ഹലോ. എന്തു പറ്റി ആനന്ദ്? കമ്പനി ഷെയർ ഡൗൺഫോൾ ആയി. ബോർഡ് മീറ്റിംഗ് എത്രയും വേഗം വിളിച്ചു കൂട്ടാൻ. 40 കോടി രൂപ നഷ്ടം. ദൈവമേ, 40 കോടി നഷ്ടോ? വെറും 2 മിനിറ്റിൽ 40 കോടി. ഹലോ ഹലോ, ഞാൻ ബിനു ബാലേന്ദ്രനാ. പറഞ്ഞോളൂ മിസ്റ്റർ ബിനു.
ആനന്ദേ, പ്രിയങ്ക നിങ്ങളുടെ വുഡ് ബി ആയിരിക്കും എന്ന് വെച്ച് ബിസിനസ്സിൽ ബ്രാൻഡ് അംബാസഡർ മാറുമ്പോ ഞങ്ങൾ അറിയണം. സോറി മിസ്റ്റർ ആനന്ദേ, എന്റെ ഷെയറുകൾ ഞാൻ പിൻവലിക്കാൻ പോവുകയാണ്. ഹലോ ബിനു, ഹലോ ഹലോ. ഹലോ. What is this, Anand? I trusted you so much. Why did you change the brand ambassador? Sorry, Mr. Anand. I am withdrawing my shares. I am very sorry. ഹലോ മിസ്സസ് കുൽക്കർണി, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഹലോ ഹലോ. എന്തു പറ്റി ആനന്ദ്? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റാൻ, ഒരുത്തിയെ ഒരുക്കി കെട്ടി ബ്രാൻഡ് അംബാസിഡർ ആക്കിയപ്പോഴേ ബിസിനസ് ഒക്കെ ഗോവിന്ദ. മാഡം ബ്രാൻഡ് അംബാസിഡർ ആയി 2 മിനിറ്റിനിടയിലേ നഷ്ടം 40 കോടി. ഇങ്ങനെ 2 ദിവസം കൂടി മുന്നോട്ട് പോയാ ഈ കമ്പനി പൂട്ടിപ്പോകോ ഇല്ലേന്ന് ദൈവത്തിന് മാത്രം അറിയാം. വിലാസിനി, നിർത്ത. 40 കോടി നഷ്ടപ്പെട്ടു എന്ന് ഓർത്ത് പൊട്ടിക്കരയുന്ന ആളല്ല ഞാൻ. എന്റെ മരുമോൾക്ക് വേണ്ടി 40 അല്ല 400 കോടി പോയാലും ഐ ഡോണ്ട് കെയർ. പ്രിയങ്ക, ഇതുപോലുള്ള ചെറിയ ചെറിയ വിഷയങ്ങളിലൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. ബിസിനസ്സിലെ ലാഭവും നഷ്ടവും ഒക്കെ സഹജവും. ചേച്ചി, ഇതുവരെ ഇത്രയും വലിയൊരു നഷ്ടം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാ ഇങ്ങനെ. ബിസിനസ്സിലെ ലാഭവും നഷ്ടവും ഒക്കെ സഹജവും. ചേച്ചി, ഇതുവരെ ഇത്രയും വലിയൊരു നഷ്ടം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാ ഇങ്ങനെ. ആ ശരി, ചേച്ചിക്ക് വേണ്ടെങ്കിൽ എനിക്കെന്ത് വേണം? രാജീവ് സർ. മാർക്കറ്റിംഗ് ടീമിന്റെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പറ. ശരി സർ. അമ്മേ, ഇതിനെപ്പറ്റി ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഇത് ഞാൻ നോക്കിക്കോളാം. ശരി ആനന്ദേ. ഇവളെ അങ്ങനെ അങ്ങ് വെറുതെ വിട്ട പറ്റില്ലല്ലോ. നിന്റെ മനസ്സിന്റെ പ്രാക്ക് കൊണ്ടാ ഇത്രയും നഷ്ടം ഇവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ തന്നെ നിനക്ക് എപ്പോഴും അമ്പലവും മന്ത്രവും ഒക്കെ ആണല്ലോ. നീ എന്ത് കൂടോത്ര അടി ചെയ്തത് ഇത്രയും നഷ്ടം വരാനായിട്ട് പറയടി. വിലാസിനെ, കുറച്ചു നേരം മുൻപ് വരെ പ്രിയങ്കയോടായിരുന്നു, ഇപ്പൊ കല്യാണിയോടായോ നിന്റെ അംഗം? നീയൊന്നും ഒരിക്കലും നന്നാവില്ലെന്നാണല്ലോ. പൊയ്ക്കോ പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. മോളുവാ.